ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വ്യൂ എങ്ങനെയുണ്ട് കണ്ടിട്ട്? ഈ ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മൾ യാത്ര. മഹീന്ദ്ര XCV 90 എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഞാനും ബ്രദറും ഒരു ഫ്രണ്ടും കൂടിയാണ് പോകുന്നത്. ഒരുപാട് ദൂരമൊന്നുമില്ല. ബാംഗ്ലൂരിൽ നിന്ന് 100-200 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. ഒരു 4-5 മണിക്കൂർ ഡ്രൈവ്. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. ഒരുപാട് ട്രാഫിക് ഒന്നുമില്ല, ഒരു മോഡറേറ്റ് ട്രാഫിക്കേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൻ്റെ ബ്യൂട്ടി ഒന്നും കൂടി ആസ്വദിക്കാൻ വേണ്ടി പറ്റും. നമ്മളിപ്പം ബാംഗ്ലൂർ ഇറങ്ങിയിട്ട് കുറച്ച് സമയമായി. നമ്മളിപ്പോൾ വിധാൻ സൗധ വഴിയാണ് പോകുന്നത്. ഇപ്പോൾ വീഡിയോയിൽ വിധാൻ സൗധ ഇപ്പം കാണും. വിധാൻ സൗധ നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ബാംഗ്ലൂർക്ക് വരുന്ന ഒരു മസ്റ്റായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് വിധാൻ സൗധ. നല്ല ഒരു ഈവനിങ് ഒക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളി ഒരു സ്ഥലമാണ്. ക്വിക്ലി അത് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഇതൊക്കെ ഇവിടുത്തെ ഹൈക്കോർട്ട് എന്തോ ആണ്. കൃത്യമായിട്ടുള്ള ടൗൺ ഹാളാണ് ഈ കാണുന്നത്. ബാംഗ്ലൂരിലെ മലയാളീസൊക്കെ ഒരു അറിയായിരിക്കും. നമ്മളിപ്പോൾ കെയർ മാർക്കറ്റ് ബ്രിഡ്ജൊക്കെ കയറി. ക്ലൈമറ്റ് നല്ലതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി റോഡൊക്കെ ടാർ ചെയ്ത് കാണുന്നുണ്ടാവും. നല്ല അടിപൊളി റോഡായിട്ടുണ്ട്. മുന്നേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പ്രസ് വഴി കഴിഞ്ഞ് വരുമ്പോൾ ബാംഗ്ലൂരേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ വളരെ മോശം റോഡായിരുന്നു. അപ്പോൾ അത് നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇപ്പോൾ റോഡൊക്കെ. നല്ല റോഡാകുമ്പോൾ തന്നെ ട്രാഫിക് ഒരുപാട് മാറി. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് നമ്മൾ എക്സ്പ്രസ് വേ കയറി. അതുപോലെ ഫാസ്റ്റാഗും കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നത് എക്സ്പ്രസ് വേയിലൊക്കെ സ്ഥിരം ട്രാവൽ ചെയ്യുന്നവർ 3000 ഫാസ്റ്റാഗും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഒരു ഇയർലിക്ക് 200 ട്രിപ്സ് അങ്ങനെ എന്തോ ആണ്. എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. അതിനിടയിൽ നമ്മുടെ യാത്രക്കിടയിൽ ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം ഒരു ആക്സിഡൻ്റ് ആണ്. എല്ലാവരും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. എക്സ്പ്രസ് വേ ഒക്കെ എസ്പെഷ്യലി ഭയങ്കര ഹൈ സ്പീഡിലൊക്കെ പോകും. നല്ലോണം ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക. ഒരു സ്വിഫ്റ്റും ഡിസയറോ ഒരു ഹാരിയറും കൂടി ആക്സിഡൻ്റ് ആയതാണ്. എന്തായാലും ഡ്രൈവ് സേഫ്. ഇപ്പം നമ്മൾ ഏകദേശം മൈസൂർ എത്തി. മൈസൂരിലെ സർക്കിളാണിത്. മൈസൂർ പാലസൊക്കെ വന്നവർക്ക് അറിയായിരിക്കും. അതിലേക്കുള്ള ഡിഫറെൻറ്റ് എൻട്രൻസ് ഉണ്ടല്ലോ, അതിലൊരു എൻട്രൻസ് ആണിത്. മൈസൂർ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയാണ്. ഓവറായിട്ടുള്ള ട്രാഫിക്കോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ലൊരു കുറച്ച് പ്ലാൻഡ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. റോഡും കാര്യങ്ങളൊക്കെ കുറച്ച് ഭംഗിയാണ് കാണാൻ. ബാംഗ്ലൂരിനെ കാണും. ബാംഗ്ലൂർ പണ്ട് അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൈസൂർ ടൗൺ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പം കംപ്ലീറ്റ് മൈസൂർ പാലസിൻ്റെ മെയിൻ എൻട്രിയാണ് കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവേഴ്സ് മാറി. ഇടയ്ക്ക് ഞാൻ ഓടിക്കും, ഇടയ്ക്ക് ബ്രദർ ഓടിക്കുന്നുണ്ട്. മാറിയിട്ടാണ് ഓടിക്കുന്നത്. XCV ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കോ പാസഞ്ചർക്ക് കുറച്ച് ബോറടിക്കാതെ TV ഒക്കെ കണ്ടിരുന്ന് യാത്ര ചെയ്യാം. XCV ആയതുകൊണ്ടൊരു വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് യാത്രയൊക്കെ പോകുമ്പോൾ കോ പാസഞ്ചർക്ക് കുറച്ച് വേണമെങ്കിൽ തേർഡ് ഡിസ്പ്ലേയിൽ വീഡിയോ ഒക്കെ കണ്ടിരുന്നിട്ട് പോവാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീഡിയോ ഒന്നും വെച്ചിട്ടില്ല. നമ്മൾ കുറച്ച് മ്യൂസിക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അതിനിടയ്ക്ക് ഗൂഡല്ലൂർ പോകുന്ന റൂട്ടിൽ ഗുണ്ടൽപേട്ട് എന്ന സ്ഥലമുണ്ട്. ഇവിടെ മെയിനായിട്ട് സൂര്യകാന്തി പാടങ്ങളാണ്. ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ജസ്റ്റ് വണ്ടീൻ്റെ കുറച്ച് ക്ലിപ്സ് എടുക്കാനും കുറച്ച് ഫോട്ടോസ് എടുക്കാനൊക്കെ നിർത്തി. അവിടെ റോഡ് സൈഡിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവർ വന്നിട്ട് അവിടെ ഫോട്ടോ എടുക്കാൻ 100 രൂപ എന്നൊക്കെ പറയും. അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണെന്ന് പോലും നമുക്കറിയില്ല. അവർക്ക് എന്താണ് അവകാശം എന്നും അറിയില്ല. ഫോട്ടോ എടുക്കുന്നതൊക്കെ ചാർജ് ചെയ്യും. നമ്മൾ ഒരു 100 രൂപ കൊടുത്തേ ഉള്ളൂ. നമ്മൾ ഫോട്ടോ അങ്ങോട്ട് പോയിട്ട് എടുക്കാനൊന്നുമില്ല. നമ്മൾ റോഡ് സൈഡിൽ വണ്ടിയിൽ കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് റൗണ്ടൊക്കെ അടിച്ച് ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഇതൊക്കെ നല്ല റോഡാണ്. ഒരുപാട് ട്രാഫിക്കൊന്നും ഇല്ലാതെ സ്ട്രെയിറ്റ് സ്ട്രെച്ചിലെ റോഡാണ്. നല്ല മൈസൂർ കഴിഞ്ഞിട്ട് പോകുന്ന റോഡാണിത്. പോകുന്ന റൂട്ടിൽ നല്ല സീനറി ആണ് ശരിക്കും പറഞ്ഞാൽ. നല്ല തടാകങ്ങളും സ്കൈ വ്യൂ, ചെറിയൊരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മഴ ഡ്രൈവിങ് ചെയ്യുമ്പോൾ മഴ വരുന്നത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അത് ആ സമയത്ത് ഒരു നല്ലൊരു മ്യൂസിക്കൊക്കെ വെച്ച് ട്രിപ്പ് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതാണ് XCVൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ. അത് നമ്മളെ മൂൺ റൂഫ്. അതിൽ നല്ല ലോങ് യാത്രയൊക്കെ ചെയ്യുമ്പോഴൊക്കെ അത് ഓപ്പൺ ചെയ്ത് നല്ലതാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷൻ കണ്ടിട്ട് നമ്മൾ കയറിയതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചാർജിങ് വർക്കിംഗ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് വണ്ടി സ്ട്രെച്ചൊക്കെ ചെയ്ത് വീണ്ടും യാത്ര തുടങ്ങി. ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റ് എത്തി. ബന്ദിപ്പൂർ ഫോറസ്റ്റാണ്. അപ്പോൾ മാനുകളെയൊക്കെ കാണുന്നുണ്ടാവല്ലോ. നല്ലൊരു ഗിരീഷ് പുത്തഞ്ചേരി പാട്ടൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. ഫോറസ്റ്റിൽ പറ്റിയ സോങ്സാണ്. സോങ്സ് ഒന്നും കോപ്പിറൈറ്റിലൂടെ ഇവിടെ വെക്കുന്നില്ല. അപ്പോൾ നല്ല യാത്രയാണ് ഈ ഫോറസ്റ്റിലൊക്കെ. ഈ ഒരു ഫോറസ്റ്റ് എസ്പെഷ്യലി നല്ല ഭയങ്കര സീനിക് ആയിട്ടുള്ള ഫോറസ്റ്റാണ്. ഒരു ഫോറിൻ
ലുക്കാണ്. നല്ല കർവി റോഡൊക്കെ ആയിട്ട് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രസമായിരിക്കും. ഒരേ ഒരു പ്രശ്നം വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഹംസ് ഉണ്ടെന്നാണ്. ഇപ്പം നമ്മൾ ഇപ്പം ബന്ദിപ്പുര ഈ ടൈഗർ റിസർവ്ഡ് ഏരിയ ആണിത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഫോറസ്റ്റ് സഫാരിയൊക്കെ ചെയ്യാം. അടിപൊളി ഏരിയ ആണ്. നല്ല ഭയങ്കര ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ഏരിയ ആണ്. ഈ കാണുന്ന എൻട്രൻസ് ഉണ്ടല്ലോ, അത് ശരിക്കും അതാണ് നമ്മുടെ കർണാടക സംസ്ഥാനത്തിൻ്റെ എൻഡല്ല നമ്മളെ ബോർഡർ വരുന്നത്. അപ്പം ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്നത് തമിഴ്നാട് ബോർഡറിലേക്കാണ് എൻ്റർ ചെയ്ത്. നമ്മൾ ഓൾമോസ്റ്റ് ജിയോഗ്രഫിയൊക്കെ സെയിം ആണ്. ജസ്റ്റ് ദാറ്റ് നമ്മൾ തമിഴ്നാട് എൻ്റർ ചെയ്തു. ഇങ്ങനെ പോകുന്നതാണ് പിന്നെ തമിഴ്നാടിൻ്റെ എൻട്രി. തമിഴ്നാടിൻ്റെ എൻട്രി ഈ വരുന്നതാണ്. അപ്പോൾ കണ്ടത് വിസിറ്റ് ഗെയിമിലെ കർണാടകയുടെ ബോർഡാണ്. ഈ പാലം കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നീലഗിരി ഡിസ്ട്രിക്റ്റ് ആണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അഗൈൻ ഈ പറഞ്ഞ പോലെ തന്നെ സെയിം ബന്ദിപ്പൂർ ഫോറസ്റ്റ് തന്നെയാണ്. പക്ഷെ നല്ലൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു ഫോറസ്റ്റ്. യാത്രയും ചെറിയൊരു മഴയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവർ വണ്ടി നിർത്തിയിട്ട് ഫുൾ ചെക്കൊക്കെ ചെയ്തു. അത് ഞാൻ സ്കിപ്പ് അടിക്കാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ പിന്നെ ഡീസൻ്റ് ആൾക്കാരായതുകൊണ്ട് അങ്ങനത്തെ ഒരു ആൽക്കോളോ കാര്യങ്ങളോ നമ്മൾ തീരെ ഒന്നും ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ നിന്നില്ല. ഈ ഒരു റൂട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് റൂട്ടാണിത്. ഇത്രയും അധികം വണ്ടികളോ ശല്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഒന്നും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഒരു അഡ്വൈസ് ആണ്, ഇവിടെ ഒന്നും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. കാര്യം ഒരുപാട് ആനിമൽ ക്രോസിങ്ങും ആനിമൽസിൽ നിന്ന് ഫീഡ് ചെയ്യാണ്ടിരിക്കുക അവിടുന്ന്. കാര്യം ഈ റോഡ്സൊക്കെ ഹമ്പൊക്കെ ഒരുപാട് ഹമ്പുണ്ട്. അതുകൊണ്ട് ഓവർ സ്പീഡ് എടുക്കാതെ നിൽക്കുക പരമാവധി. ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളും ഇവിടെ ഒരു ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. ഇപ്പം അടുത്തൊരു കോമഡി സീൻ ഇതാണ്. ശരിക്കും അവിടെ നിർത്തിയപ്പോൾ ഒരു കുരങ്ങ് വന്ന് കയറി. എങ്ങനെയാണ് നമ്മളിപ്പം കൂടുതലൊക്കെ തന്നെ വരുന്ന ഒരേ വാശി, എത്ര നോക്കിയിട്ടും ആളിറങ്ങുന്നില്ല. അപ്പോൾ മുകളിൽ നോക്കി നമ്മൾ ബ്രേക്ക് ഓട്ടി നോക്കി എന്തില്ല, ഒരുപാട് കളിക്കാനും കഴിയില്ല. മാന്ത് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും കഴിയില്ല. അങ്ങനെ ഫ്രണ്ടൊക്കെ ബാക്കിൽ പേടിച്ചിരിക്കുന്നതാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ കരക്കിൻ്റെ ഇറക്കി നമ്മൾ ഇറങ്ങി. അപ്പോൾ പോവാണ് വീണ്ടും. നല്ല പറഞ്ഞ പോലെ നല്ല അടിപൊളി സ്ഥലം. അത് നിങ്ങൾ കുറച്ച് സ്ഥലം എൻജോയ് ചെയ്യും. ബ്രൗൺ കളറിൽ കാണുന്നതാണ് നമ്മൾ പോകേണ്ട ലൊക്കേഷൻ. ഇതൊരു പഴയ എന്താ പറയുക ഗ്രാമം പോലെ ആയിട്ട്, ഗ്രാമത്തിലൊരു പഴയൊരു മനഗ്രാമം തന്നെയാണ് പേരും. അപ്പോൾ ഒരു പഴയൊരു നമ്മൾ എന്താ പറയുക ഒരു സിറ്റി ഹസലൊക്കെ ഒഴിവാക്കി 2-3 ദിവസം എന്താ പറയുക ഒരു കുറച്ചുകൂടി ഗ്രാമീണതൊക്കെ എൻജോയ് ചെയ്ത് നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് അതായത് ക്വാളിറ്റി ഫുഡ്, നല്ല ഹെൽത്തി ഹോംലി ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്ഥലം. ഒരു സ്റ്റേക്കേഷനും വോക്കേഷനൊക്കെ പറ്റിയൊരു നല്ല സ്ഥലമാണ്. ഫാമിലിയായിട്ട് വെക്കേഷന് പോകാനും കുറച്ച് ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല ക്ലൈമറ്റാണ്. ഒരുപാട് തണുപ്പോ ഒരുപാട് ചൂടൊന്നും ഇല്ല, ന്യൂട്രൽ ക്ലൈമറ്റാണ്. ചെറിയൊരു മഴപ്പാറിലൊക്കെ ആയിരുന്നു അവിടെ നമ്മൾ എത്തുമ്പോൾ തന്നെ. നല്ല രസമാണ് ആ ഒരു മഴ, പ്രത്യേകിച്ച് രസമാണ്. നല്ല വ്യൂ ഓടുന്നുണ്ട്. റൂംസൊക്കെ നല്ല അടിപൊളി റൂംസാണ്. അവിടെ ഒരു രാജീവേട്ടനാണ് ഉള്ളത്. രാജീവേട്ടൻ ഭയങ്കര എന്താ പറയുക നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്. തൃശ്ശൂരുകാരനാണ് ആൾ. അപ്പോൾ തൃശ്ശൂരുകാർ ഒബിയസ്ലി എന്താ പറയുക ഹോസ്പിറ്റാലിറ്റിക്ക് അടിപൊളിയാണ്. ഒരു 4-8 പോലെ അവരെന്നെ ചെയ്ത് ആർട്ടൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ആൾ തന്നെ നേതൃത്വം കൊടുത്ത് ചെയ്ത ഒരു എന്താ പറയുക ബിൽഡിംഗ് ആണ്.
റൂമൊക്കെ വളരെ സ്പീഷ്യസ് ആണ്, നല്ല ക്വാളിറ്റിയിൽ വെൽ മെയിൻറ്റൈൻ ആണ്, നല്ല ഹൈജീനാണ്. എസ്പെഷ്യലി ഇപ്പം പൊതുവെ എല്ലായിടത്തും ലാക്ക് ചെയ്തൊരു പ്രശ്നമാണ്. ഈവനിങ് സന്ധ്യയിലാകുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ലൈറ്റിങ്ങൊക്കെ നല്ല രസമാണ്. ചെറിയ വാം ലൈറ്റൊക്കെ ഇട്ട് ഡിം ലൈറ്റിലൊരു എന്താ പറയുക സംസാരിച്ചിരിക്കാനും പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ നല്ലൊരു എന്താ പറയുക ടൈം പോകുന്ന അറിയില്ല. ഒരു സ്ലോ ലൈഫിന് പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എന്താണ് സ്പോട്ടാണ് ശരിക്കും പറഞ്ഞത്. നമ്മളിങ്ങനെ സിറ്റി ഹസിലോ ആൾക്കാരോ അധികം ശല്യമോ അല്ലെങ്കിൽ ട്രാഫിക് നോയ്സോ ഒരുപാട് നെയ്ബേഴ്സിന് നോയ്സോ അങ്ങനത്തെ ഒന്നുമില്ല. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടോ, ഒരു നൈറ്റ് വ്യൂ ഒക്കെ കണ്ടില്ലേ, നല്ല രസമാണ്. ക്ലൈമറ്റും നല്ല ക്ലൈമറ്റാണ്, അതാണ് മെയിൻ ഹൈലൈറ്റ് പറയുന്നത്. നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. പിന്നീട് നമ്മൾ വ്യത്യാസം അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തു ഇറങ്ങിയത് ഗൂഡല്ലൂർ ടൗണാണ്. നല്ല മഴയായിരുന്നു. മഴയത്തൊക്കെ എന്താ പറയുക മുകളിലെ മൂൺ റഫൊക്കെ തുറന്നിട്ട് യാത്ര ചെയ്യാൻ ഡ്രൈവ് ചെയ്യാൻ നല്ല രസമാണ്. ഫ്രണ്ടിലിരിക്കുന്നവർക്കല്ല ബാക്കിലിരിക്കുന്നവർക്ക് നല്ല വ്യൂ ആണ്. നമ്മുടെ ചാർജിങ് വണ്ടി കുറച്ച് ചാർജ് കുറവായിരുന്നു. എന്തായാലും ഫുൾ ചാർജ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളൊരു ചാർജിങ് സ്റ്റേഷൻ ഇട്ടു. എന്തായാലും ഫുഡ് കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ആ സമയത്ത് ചാർജ് ആയിക്കോട്ടെ എന്ന് വെച്ചു. ഇലക്ട്രിക് വണ്ടിയിൽ നമ്മൾ മെയിനായിട്ട് ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്തത്. പല ആൾക്കാർക്കും ഇലക്ട്രിക് വണ്ടി എടുക്കാൻ ഇതിലൊരു മടി അതാണ്. കാര്യം ഇതിൽ ചാർജിങ്ങിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിങ്ങളുണ്ട്. ഇപ്പം ഈ വണ്ടി ഒരു 10-11,000 ഏകദേശം റൺ ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർലി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, എവിടെ വേണമെങ്കിൽ പോവാം. നമ്മളിപ്പോൾ റീസെൻ്റ്ലി തന്നെ ഗോവയിൽ പോയിട്ട് 1300 കിലോമീറ്റർ എടുത്ത് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടും എവിടെയും ഉണ്ടായിരുന്നില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്തായാലും ഒരു ഇത്ര ലോങ് ഒക്കെ ഓടിക്കും നമ്മളൊരു എന്താ പറയുക ഒന്ന് ബ്രേക്ക് എടുക്കണം. ആ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ ലഞ്ചൊക്കെ കഴിക്കുന്ന സമയത്താണ് ഒരു 1 hour ചാർജ് ഇട്ടാൽ അഗെയിൻ ഒരു 400 കിലോമീറ്റർ അടുത്ത് പോകും. അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഫെസിലിറ്റി എല്ലായിടത്തും വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇന്ന് നമ്മൾ പോകുന്നതാണ് നമ്മുടെ മെയിൻ കഥയിലെ മെയിൻ പോയിന്റ്. അതായത് നമ്മൾ ആദ്യം കാണിച്ച ലൊക്കേഷൻ. ആ ലൊക്കേഷനിലേക്കുള്ള വ്യൂ ആണിത്. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ശരിക്കും ഒരുപാട് ഇതെനിക്കൊന്നും തീരെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ്. ആർക്കും അധികം അറിയില്ല. അടിപൊളി റൂട്ടാണ്. അങ്ങനെ റൂട്ട് പറഞ്ഞാൽ ഭയങ്കര നല്ല റോഡ് അങ്ങനെ നല്ല പറയാം. കുറച്ച് നാരോ റോഡും നല്ല റോഡും ഒക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക ഒരു മിനി മൂന്നാർ എന്താ പറയുക. മൂന്നാറിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ മൂന്നാർ അടിപൊളിയാണ്. പക്ഷേ എന്താ വെച്ചാൽ ഭയങ്കര ക്രൗഡഡാണ്. നമുക്കൊരു പ്രൈവസിയോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രൈവസിയും കിട്ടില്ല. ഇത് കാണുന്നത് നിങ്ങൾ നല്ല അടിപൊളി ലൊക്കേഷനാണ്. നമുക്ക് വേറെ ഒരു വണ്ടികളോ ആൾക്കാരോ ഒന്നുമില്ല. അപ്പം കുറേ പ്രൈവസി ഉണ്ട്. നല്ല എന്താ പറയുക മൂന്നാറിനെക്കാളും നമുക്ക് ഒരു ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു ഹൈലൈറ്റ് ഈ സ്ഥലത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ഥലം മെയിൻ കുറച്ച് ക്ലിപ്സ് ഇതിലേക്ക് ഈ സ്ഥലത്തിൻ്റെ കുറച്ച് ക്ലിപ്സ് ഈ വീഡിയോയിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ കുറച്ച് ക്ലിപ്സൊക്കെ കാണും, കമൻ്റ് ഇടുന്നിട്ട് എങ്ങനെയുണ്ട് സ്ഥലം
എന്തായാലും വീടിൻ്റെ എൻഡിൽ കൃത്യം ലൊക്കേഷനും അല്ല ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചുതരാം. വീഡിയോയുടെ കുറച്ച് ക്ലിപ്സ്, വണ്ടിയിൽ കുറച്ച് ക്ലിപ്സ് എടുക്കുമായിരുന്നു. ഇങ്ങനത്തെ സ്ഥലത്ത് നിർത്തിയിട്ട് ചെറിയ ഒരു എന്താ പറയുക ഒരു കോഫി കുടിച്ച് നമ്മൾ തന്നെ ഒറ്റയ്ക്ക് എന്താ പറയുക ക്യാമ്പിങ്ങിലെ ബേസിക് ആക്സസറീസ് ഒക്കെ ഉണ്ടെങ്കിൽ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ചെറിയൊരു സ്റ്റൗ ഉണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി അത് എടുക്കാൻ മറന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ഒരു എന്താ പറയുക കുറച്ച് ടൈമും വേണം. ഒരു റിലാക്സ് ചെയ്ത് നമുക്കൊരു ചായയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ വിട്ടു, അടുത്ത നമ്മുടെ മെയിൻ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് വിട്ടു. അതിന് അവിടത്തേക്ക് പോകുന്ന റൂട്ടാണ്. ചെറിയ റോഡാണ്, പക്ഷേ റോഡ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ റോഡാണ്. വലിയ ബുദ്ധിമുട്ടില്ല. ത്രൂ ഔട്ട് അങ്ങനെയല്ല, എന്നാലും എന്താ പറയുക ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് റോഡും മോശം റോഡും ഉണ്ട്. പിന്നെ തീരെ വീതിയില്ലാത്തതുകൊണ്ട് വേറൊരു വണ്ടി വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരുപാട് ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ പോകുന്ന വഴിക്ക് നമ്മളൊരു ലെഫ്റ്റിലേക്കൊരു റോഡ് കണ്ടു. കാണുമ്പോൾ നല്ലൊരു എന്താ പറയുക ഒരു നല്ല ലൊക്കേഷനാണെന്ന് നമുക്കൊരു അസംഷൻ തോന്നി. നമുക്ക് അത് നമ്മൾ ചില ലൊക്കേഷൻ നമ്മൾ കാണുന്നതിന് മുമ്പ് നമുക്ക് തോന്നുമല്ലോ അടിപൊളിയാണെന്നില്ല. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് നമുക്കൊരു ആകാംക്ഷ എന്താണ് അവിടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫ്രണ്ട് പറഞ്ഞ് നമ്മളൊന്ന് അങ്ങോട്ട് പോയി നോക്കി. നമുക്ക് പഴയൊരു ബിൽഡിങ് നല്ല രസമുണ്ട് കാണാൻ. അങ്ങോട്ട് പോകുന്ന വഴിയും അവിടെ ഒരു ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്തോ ആണ്. അപ്പം ഉള്ളിലേക്കൊന്നും കയറാൻ വേണ്ടി പെർമിഷൻ ഇല്ല. അപ്പോൾ നമ്മളവിടെ ചോദിച്ചപ്പോൾ അവർ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് നമ്മളവിടെ തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ പോകാനുള്ള ലൊക്കേഷൻ അടുത്തെത്തി. ഏകദേശം ഓൾമോസ്റ്റ് റീച്ചായി എന്ന് പറയാം. അവിടെ നിന്നുള്ള വ്യൂ ആണിത്. കുറച്ചൊരു മുകളിലേക്ക് എന്നും പോകാനുണ്ട്. ഏകദേശം ഇതാണ് ഇവിടെ വണ്ടി വെച്ചിട്ട് സ്റ്റെപ്പ് കയറാം, അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് മുകളിൽ എൻ്റെ വരെ വണ്ടിയിൽ തന്നെ നമുക്ക് പോകാം. നമ്മളെന്തായാലും മഴയായതുകൊണ്ട് വണ്ടി മുകളിലേക്ക് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഓൾമോസ്റ്റ് നമ്മൾ ടോപ്പിലെത്തി. ഇവിടെ ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് ഉണ്ട്. അവിടെ ചെറിയൊരു അമ്പലമുണ്ട്. അധികം ആൾക്കാർ ഒന്നും ഇപ്പം നേരത്തെ പറഞ്ഞ നോയ്സ് ഒന്നും ഇല്ലാത്ത ഒരു കാമായിട്ടുള്ളൊരു അമ്പലം. അപ്പോൾ ഇവിടെ കാണാൻ നല്ല മൗണ്ടൻ വ്യൂ. വണ്ടി നമ്മളവിടെ പാർക്കൊക്കെ ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് നോക്കി. ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഈ മൗണ്ടൈനൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട്, ഈ വാലിയൊക്കെ വൃത്തി കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നേരത്തെ നിങ്ങൾ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട് ആ ഫോഗ് വന്ന് ഇതൊക്കെ മൂടുന്നൊരു സീൻ ഉണ്ടായിരുന്നു. അതൊരു എപ്പിക് വ്യൂ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എന്താ പറയുക, വർത്ത് ദ വിസിറ്റ് എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അടിപൊളി. ഇതൊക്കെ വന്ന് ഈ കാണുന്ന ഫോഗൊക്കെ വന്ന് മൊത്തം ആ വാലിനെ കവർ ചെയ്ത് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ കുറേ വീഡിയോ ക്ലിപ്സൊക്കെ എടുത്തു. നമുക്ക് വീഡിയോ കാണുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. അതിൻ്റെ ഒരു നേരിട്ട് കാണുന്ന ഒരു ഇമ്പാക്റ്റ് എത്ര പോയാലും നമുക്ക് ആ വീഡിയോയിൽ അത് കാണിക്കാൻ വേണ്ടി പറ്റും തോന്നുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. ഒരുപാട് ആളൊന്നും ഇല്ല. ഞാൻ പറയാം, നമ്മളൊരു മൂന്നാൾ നമ്മളും പിന്നെ ഒരു 2 പേര് അവിടെ ഉണ്ടായിരുന്നു. അവർ കുറച്ച് കഴിയും പോയി. നല്ല പ്രൈവസി ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു. നമ്മൾ കുറേ സമയം ഒരു ചെറിയ മഴ, ഒരു എന്താ പറയുക ശല്യം ചെയ്യുന്നൊരു മഴയല്ല, സിമ്പിൾ ചെറിയൊരു മഴ പാറൽ എന്ന് പറയും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾ കാണാൻ എന്ത് പച്ചപ്പാണ്, എന്ത് രസമാണ്. നല്ല ക്ലൈമറ്റ് വരുന്ന ഒരു തണുത്ത കാറ്റൊക്കെ ആയിട്ട് ആയിരുന്നു. എന്തായാലും നിങ്ങൾ കുറച്ച് സമയം ഈ വ്യൂ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഇനി എന്തായാലും ഇതിൻ്റെ സർപ്രൈസാണ് പൊളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ പേര് സന്തനമലൈ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലൊക്കേഷൻ കൊടുക്കാം. സന്തനമല എന്നുള്ള ലൊക്കേഷനാണ്. ഓ വാലി എന്ന് പറഞ്ഞിട്ട് ഐ തിങ്ക് നീലഗിരി ഡിസ്ട്രിക്റ്റിലാണ് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതെന്തായാലും ലൊക്കേഷൻ മാപ്പ് ഇതിൽ ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്യാം. എന്തായാലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ബാംഗ്ലൂരൊക്കെയുള്ള മലയാളീസോ അല്ലെങ്കിൽ ഇതൊക്കെ വയനാട് നിന്നൊക്കെ ഒരുപാട് ദൂരമൊന്നുമില്ല. കണ്ണൂരിലാണെങ്കിലൊക്കെ ഒരു എന്താ പറയുക ഒരു 300-400 മേ ബി അതിനേക്കാളും കുറവേ ഉണ്ടാവുള്ളൂ. ഇത്രേ ദൂരമുള്ളൂ. ഒരു എന്താ പറയുക ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് പോകുന്ന ഒരു കൈൻഡ് ഓഫ് സ്ഥലമല്ല, പക്ഷേ ഒരു ഹിഡൻ ജെമ്മാണെന്ന് വേണം പറയാം. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ. കാര്യങ്ങൾ എന്തായാലും പറഞ്ഞ പോലെ തന്നെ എൻ്റെ കൊടുക്കാം. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് വീഡിയോ. ഇതുപോലെയുള്ള എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ കം ബാക്ക്.